നമസ്കാരം. റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ BCCIയുടെ ന്യൂ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ വീഡിയോ ചെയ്തിരുന്നല്ലോ. അത് പ്രമുഖ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത കാര്യമാണ്. അത് നമ്മൾ ഇന്ത്യ ടുഡേ ഉദ്ധരിച്ചുകൊണ്ട് പറഞ്ഞ കാര്യങ്ങളുടെ കൂട്ടത്തിൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഗൗതം ഗംഭീറിൻ്റെ പേഴ്സണൽ മാനേജറെ ഇനി VIP ബോക്സിൽ ഇരിക്കാൻ സമ്മതിക്കില്ല, ടീം ബസ്സിൽ യാത്ര ചെയ്യാൻ സമ്മതിക്കില്ല, ഡിഫറെൻറ്റ് ഹോട്ടലിൽ വേണം അയാൾ സ്റ്റേ ചെയ്യാൻ. അതായത് ഇങ്ങനെയായിരുന്നു ഇന്ത്യ ടുഡേ റിപ്പോർട്ട് ചെയ്തത്. ഗൗതം ഗംഭീർസ് പേഴ്സണൽ മാനേജർ വിൽ നോട്ട് ബി അലൗഡ് ടു സിറ്റ് ഇൻ ദി VIP ബോക്സ് ഓർ ട്രാവൽ ഓൺ ദി ടീം ബസ്. ഹി വിൽ ഹാവ് ടു സ്റ്റേ ഇൻ എ ഡിഫറെൻറ്റ് ഹോട്ടൽ. അപ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? ഈ പേഴ്സണൽ മാനേജർ അല്ലെങ്കിൽ പേഴ്സണൽ അസിസ്റ്റൻറ്റ്, കോച്ചിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് എന്തൊക്കെയാണ് ചെയ്തത്? എന്തുകൊണ്ടായിരിക്കും ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് BCCI പോയത്? അത്തരം റിപ്പോർട്ട് എന്തുകൊണ്ട് വന്നു? സ്വാഭാവികമായിട്ടും ക്രിക്കറ്റ് പ്രേമികൾക്ക് അതറിയാൻ താല്പര്യമുണ്ട്. ഇപ്പം ടെലിഗ്രാഫ് ഇന്ത്യ ഈ വിഷയത്തിൽ ചില കാര്യങ്ങൾ പുറത്തു വിടുന്നുണ്ട്. PTI ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ വാർത്ത കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ 1-2 വീഡിയോ ഇതേ സോഴ്സിൽ നിന്ന് ചെയ്തിട്ടുണ്ട്. കൃത്യമായി സോഴ്സ് പറഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. ടെലിഗ്രാഫ് ഇന്ത്യ ഈ കാര്യം PTI ഉദ്ധരിച്ചുകൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതിൽ കാര്യങ്ങൾ പറഞ്ഞത് ഇങ്ങനെയാണ്. BCCIയുടെ ചില ആളുകൾ ഈ കാര്യത്തിൽ അപ്സെറ്റാണ്. ഗംഭീറിൻ്റെ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ഓസ്ട്രേലിയയിൽ എല്ലായിടത്തും ടീമിനെ ഒരു നിഴൽ പോലെ പിന്തുടർന്നിരുന്നു. അതിൽ അപ്സെറ്റാണ്. ദി BCCI brass is also upset with how Gambhir's personal assistant shadowed the team everywhere in Australia. എന്നിട്ട് ഈ വിഷയത്തിൽ വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ള ഒരു BCCI ഒഫീഷ്യലിനെ ഉദ്ധരിച്ചുകൊണ്ട് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? എന്തിനാണ് PA കാറിലിരിക്കുന്നത്? അതായത് നാഷണൽ സെലക്ടേഴ്സിന് സ്പെസിഫിക് ആയിട്ട് കൊടുത്തിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ആ കാറിൽ എന്തിനാണ് PA കൂടി, അതായത് കോച്ചിൻ്റെ PA കയറിയിരിക്കുന്നത്? അതുകൊണ്ട് തന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ ഒരു തേർഡ് പേഴ്സൺ കാറിനകത്തുള്ളത് കൊണ്ട് സെലക്ടേഴ്സിന് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ആരാണ് അയാൾക്ക് BCCIയുടെ ഹോസ്പിറ്റാലിറ്റി ബോക്സിൽ, അഡലൈഡിലെ BCCIയുടെ ഹോസ്പിറ്റാലിറ്റി ബോക്സിൽ ഇരിക്കാൻ അവസരം കൊടുത്തത്? ഇത് ചോദിക്കുന്നത് വളരെ ഇറിറ്റേറ്റഡ് ആയിട്ടുള്ളൊരു BCCI ഒഫീഷ്യലാണ്. കഴിഞ്ഞില്ല. എങ്ങനെയാണ് അയാൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു 5 സ്റ്റാർ ഫെസിലിറ്റി ഉള്ള ഹോട്ടലിൽ ടീം മെമ്പേഴ്സ് മാത്രം ഇരിക്കേണ്ട ഇടത്ത് ഇരുന്ന് കഴിക്കാൻ കഴിയുന്നത്? ഇതിനൊക്കെ ആരാണ് അവസരം കൊടുത്തത് എന്നുള്ളതാണ് ചോദ്യം. ചുരുക്കത്തിൽ വളരെയധികം അമിത സ്വാതന്ത്ര്യം ഈ ഒരു പേഴ്സണൽ അസിസ്റ്റൻ്റ് ഭാഗത്ത് നിന്ന് അല്ലെങ്കിൽ പേഴ്സണൽ മാനേജറുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ ഒരു വാർത്ത കൺക്ലൂഡ് ചെയ്തുകൊണ്ട് ടെലിഗ്രാഫ് എഴുതിയിട്ടുള്ള ആ ഒരു പാരഗ്രാഫ് വളരെ ശ്രദ്ധേയമാണ്. വിത്ത് ദി ഡ്രാമ picking pace with every passing day, it would not be wrong to say that it's a very uneasy Indian dressing room that is heading into Champions Trophy from February 19 to March 9th. അതായത് ഓരോ ദിവസങ്ങളും ഇങ്ങനെ കഴിഞ്ഞു പോകുമ്പോൾ ഈ ഒരു ഡ്രാമ ഇങ്ങനെ വർദ്ധിച്ചു വരികയാണ്. സോ ഒരു അൺഈസി ആയിട്ടുള്ള ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂമാണ് ചാമ്പ്യൻസ് ട്രോഫിയിലേക്ക് അടുക്കുന്നത്. ഫെബ്രുവരി 19 മുതൽ മാർച്ച് 9 വരെയുള്ള ചാമ്പ്യൻസ് ട്രോഫി കളിക്കാൻ പോകുന്ന ഇന്ത്യൻ ഡ്രസ്സിംഗ് റൂം അത്ര ഈസി അല്ല, അത്ര സ്മൂത്ത് അല്ല എന്ന തരത്തിലാണ് വാർത്ത കൺക്ലൂഡ് ചെയ്യുന്നത്. എന്തായാലും എന്തൊക്കെയോ പുകയുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാവുകയാണ്. പക്ഷെ അതൊന്നും ടീമിൻ്റെ പെർഫോമൻസിനെ ബാധിക്കാതിരിക്കട്ടെ. എല്ലാം നല്ല രൂപത്തിലാവട്ടെ. ചാമ്പ്യൻസ് ട്രോഫിയിൽ നമ്മുടെ ടീമിന് മുത്തമിടാൻ കഴിയട്ടെ. വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.